ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ കോഴിമുട്ട പുഴുങ്ങി വെക്കണം. ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തത്. ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമുള്ള കോഴിമുട്ടയുടെ എണ്ണം ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം എടുക്കാം. പിന്നെ അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുക, പെരിഞ്ജീരകം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നു, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വലിയുള്ളി കൊത്തിയരിഞ്ഞ് വെച്ചിരുന്നു, ഒരു 2 സവാള ഞാൻ കൊത്തിയരിഞ്ഞ് വെച്ചിരുന്നു, അതും അതിലേക്ക് ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി മസാലയുടെ ആ പച്ച ചുവയൊക്കെ പോകുന്നത് വരെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക. തീ ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മസാലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നേരത്തെ പുഴുങ്ങി വെച്ച കോഴിമുട്ട ഞാനിങ്ങനെ അതിൻ്റെ മഞ്ഞ ഒഴിവാക്കി വെള്ള ഭാഗം ഇതുവേണം ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്നു, അത് അതിലേക്കിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ടയുടെ ഉണ്ണി പൊട്ടിപ്പോകാതെ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ, അതിൻ്റെ മുകളിൽ നിന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഉണ്ണി അതോണം തന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. അതിൻ്റെ ഉണ്ണിയാണിത്, മഞ്ഞക്കരു. അത് ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കൊപ്പം കഴിക്കാനൊക്കെ വളരെ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുതേ. എന്നാൽ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.